കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ പാല. ഇന്നത്തെ നമ്മുടെ വീഡിയോ 50 mm കനം വരുന്ന ബാംഗ്ലൂർ സ്റ്റോൺസിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ 50 mm കനം വരുന്ന ബാംഗ്ലൂർ സ്റ്റോൺ വാങ്ങുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് അതിന് മുടക്ക് വരും, അതുപോലെ തന്നെ അത് നമ്മൾ ലേ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ അതിൻ്റെ എന്താ പറയുക മുറ്റത്ത് നമ്മളത് വിരിച്ച് വരുമ്പോൾ നമുക്ക് എത്ര രൂപ എക്സ്പെൻസ് വരും, മെറ്റീരിയലിന് എത്ര രൂപ ആകും, സ്റ്റോണിന് എത്ര രൂപ ആകും, ട്രാൻസ്പോർട്ടിങ് എത്ര രൂപ ആകും, അതുപോലെ തന്നെ ലേബർ കോസ്റ്റ്. അപ്പം ഇതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോയാണ് ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിപ്പം 50 mm കനം വരുന്ന ഒരു കല്ലാണ്. 50 mm എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളിതിങ്ങനെ നോക്കണം, 2 ഇഞ്ച് കനമുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് ഫ്ലെയിമിടും, മറു സൈഡ് മെഷീൻ വെച്ച് കട്ട് ചെയ്യുന്നത്. 2 സൈഡും മെഷീൻ വെച്ച് കട്ട് ചെയ്താൽ വരുന്നത്. വൺ സൈഡ് നമ്മൾ ഓക്സിജൻ വെച്ച് കത്തിക്കുമ്പോഴാണ് ഇതുപോലെ ഫ്ലെയിംഡായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഇത് 24-12 എന്ന് പറയുന്ന സൈസാണ്. 24-12 എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ല് വരുമ്പോൾ, ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റോൺ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പം 23-11 ആയിരിക്കും. അപ്പോൾ ഓരോ ഇഞ്ച് നമുക്ക് കല്ല് കുറവാണ്. കറക്റ്റായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കല്ലിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റാണോ, 24-12 ആണോ എന്ന് നമ്മൾ ആദ്യം നോക്കുക. അതിൻ്റെ കനം 50 mm ആണോ നോക്കുക. പിന്നെ നമ്മൾ നോക്കുന്ന കല്ല് ബാംഗ്ലൂരിൽ നിന്ന് എവിടെ നിന്നാണ് വരുന്നത്. പല സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് കൃഷ്ണഗിരിയിൽ നിന്ന് വരുന്ന സ്റ്റോണുണ്ട്, കുപ്പത്തു നിന്ന് വരുന്ന സ്റ്റോണുണ്ട്, സാധനകളിൽ നിന്ന് വരുന്ന S-White എന്ന് പറഞ്ഞ കല്ലുണ്ട്. അപ്പോൾ ഈ സാധനകളിൽ നിന്ന് വരുന്ന കല്ലാണ് നമുക്ക് ഏറ്റവും ടോപ്പ് ഫിനിഷായിട്ട് വരുന്ന കല്ല്. അതായത് ഇതാണ് സാധനകളിൽ കല്ല്. ഇതിൻ്റെ നല്ല പ്യുവർ വൈറ്റാണ്, ചെറിയ കറുത്ത ഗ്രെയിൻസ് ആയിട്ടാണ്. പക്ഷേ ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഷെയ്ഡുകൾ മാറി വരും. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളെ വീഡിയോ ഒന്ന് കാണിക്കാം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ കളറിന് ചെറിയ വ്യത്യാസമുണ്ടാവും. അപ്പോൾ അതിൻ്റെ കറുപ്പ് കളറെല്ലാം നമുക്ക് ഇതിനകത്ത് എടുത്തു വരും. അതേസമയം ഉണങ്ങി കഴിയുമ്പോൾ അത് നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് വരും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് 2:2 കല്ലാണ്. 24-24 പക്കാ മെഷർമെൻ്റാണ്. അതുപോലെ തന്നെ കനമാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 50 mm, കറക്റ്റ് 2 ഇഞ്ച് കനം വരുന്ന 50 mm കനം. ഇത് S-White കല്ലാണ്, സാധനകള്ളി വൈറ്റ്. സാധനകള്ളി വൈറ്റാണ് കല്ലുകളിൽ നമുക്ക് ഏറ്റവും കോസ്റ്റ് കൂടുതൽ. കുപ്പം കല്ലും മാഗടിയിൽ നിന്ന് വരുന്ന കല്ലുണ്ട്, മാസനകള്ളിയിൽ നിന്ന് വരുന്ന കല്ലുണ്ട്, അതുപോലെ തന്നെ ജിഗിനിയിൽ നിന്ന് വരുന്ന കല്ലുണ്ട്. അതൊക്കെ നമ്മൾ കല്ലിനൊരു 5 രൂപ സാധനകള്ളി കല്ലിനേക്കാളും റേറ്റ് കുറവായിരിക്കും. അപ്പോൾ സാധനകള്ളി കല്ലിൻ്റെ റേറ്റ് 78 രൂപയാണ് ഇന്ന് സാധനകള്ളി. അതായത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ആന്ധ്ര ഹൈദരാബാദ് റൂട്ട് ദേവനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലം വരും. അവിടുന്ന് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ സാധനകള്ളി എത്തും. സാധനകള്ളി ഉഗ്നവാടി നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം. അതുപോലെ നമ്മുടെ സാധനം എടുക്കുന്ന എവിടെ നിന്നാണ് നമ്മൾ കൃത്യം നമ്മൾ നോക്കണം. അതാണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യം. 78 രൂപ നമുക്ക് കല്ലിന് വില വന്നാൽ, ഞാനിപ്പോൾ സംസാരിക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റാണ്. ഓരോ ഡിസ്ട്രിക്റ്റിലും വണ്ടിക്ക് റെൻറ്റ് വ്യത്യാസമായിരിക്കും. 1900 രൂപയാണ് കോട്ടയത്തെ വണ്ടിയുടെ വാടക. ഏകദേശം നമുക്കൊരു 105 രൂപയ്ക്ക് ഈ കല്ല് കോട്ടയത്ത് നമുക്ക് ഡെലിവറി കൊടുക്കാം. ഗാർഡൻ വർക്കേഴ്സിനും സ്റ്റോൺ വർക്കേഴ്സിനൊക്കെ കേരള സ്റ്റോൺസിനോട് ബന്ധപ്പെടുകയാണെങ്കിൽ 105 രൂപയ്ക്ക് ബാംഗ്ലൂർ സ്റ്റോൺ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അത് നമ്മൾ വിരിക്കുമ്പോൾ ഉള്ള കോസ്റ്റ്, അത് നമുക്ക് വിരിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ സൈറ്റുകളെല്ലാം ഒന്ന് കണ്ടു നോക്കാം.
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കല്ല് വിരിക്കുമ്പോൾ, അതായത് കല്ല് വിരിക്കുമ്പം നമ്മളെ അടുത്ത് ആരാണോ വരുന്നത്, ഏത് ക്ലയൻ്റാണോ വരുന്നത്, അപ്പോൾ ആ ക്ലയൻറ്റ് കൃത്യമായിട്ട് ചോദിക്കണം 50 mm കനമുള്ള കല്ലാണോ, ഫുൾ മെഷർമെൻ്റ് ആണോ, അതുപോലെ തന്നെ ബേബി മെറ്റൽ അടിയിൽ നമ്മൾ നിർബന്ധമായിട്ടും 2 ഇഞ്ച് കനത്തിൽ ബേബി മെറ്റൽ വിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കല്ലുകൾ വിരിക്കുമ്പോൾ കല്ലുകളുടെ ഗ്യാപ്പ് ഗ്രാസ് വെച്ചാൽ ചെയ്യുന്നെങ്കിൽ നമ്മളൊരു 2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു കാരണവശാലും ഇടല്ലേ. ഗ്യാപ്പ് അകലം കൂട്ടുമ്പോൾ നമുക്ക് റേറ്റ് കുറയും. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ബാംഗ്ലൂർ സ്റ്റോൺ 50 mm ഇരിക്കുന്നത് ഒരു 155 രൂപ റേഞ്ചിൽ. കാരണം നമുക്കൊരു 105 രൂപയ്ക്ക് നമുക്ക് കല്ല് വരും. ഒരു 20 രൂപ നമ്മൾ ലേബർ കോസ്റ്റ്, അതായത് 20 രൂപ കൊടുത്താലേ നല്ല വിരികാരെ കിട്ടുള്ളൂ. പുതിയതായിട്ട് വർക്കൊക്കെ പഠിച്ച ഇൻ്റർലോക്കിൻ്റെ പണി കഴിഞ്ഞിട്ട് പെട്ടെന്ന് കല്ലിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ 16 രൂപ 17 രൂപയ്ക്ക് വിരിക്കും. അവരെ കൊണ്ട് ഒരു കാരണവശാലും വിരിക്കില്ല. കല്ല് വിരിക്കുമ്പം കല്ല് വിരിക്കുന്ന എക്സ്പേർട്ട് പണിക്കാരെ കൊണ്ട് തന്നെ മിനിമം 5 വർഷത്തിന് മേളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പണിക്കാരെ കൊണ്ടേ വിരിക്കാവുള്ളൂ. 2 രൂപ 3 രൂപ നമ്മൾ ലാഭം നോക്കരുത്. അപ്പം നമുക്ക് 20 രൂപ കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിരിച്ചു. പിന്നെ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമെൻറ്റ്, പാറപ്പൊടി, മെറ്റൽ. സിമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോക്കൽ സിമെൻ്റ് ഒന്നും ഉപയോഗിക്കില്ല. ഒന്നെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് ശങ്കർ സിമെൻറ്റോ അല്ലെങ്കിൽ അൾട്രാടെക്കോ അങ്ങനെ ഏതെങ്കിലും നല്ല ബ്രാൻഡഡ് സിമെൻറ്റ്, ലോക്കൽ സിമെൻറ്റ് ഇട്ട് ഉപയോഗിക്കില്ല. പിന്നെ സിമെൻറ്റ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ, അതായത് കല്ലിനിടയ്ക്ക് സിമെൻറ്റ്, പാറപ്പൊടി, മെറ്റൽ, അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കൂട്ടുന്നതിനകത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ 4 കൊട്ട പൊടിക്ക് 3 കൊട്ട മെറ്റൽ, 1 ചാക്ക് സിമെൻറ്റ്, അങ്ങനെ ഇട്ട് കൂട്ടിയേ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പം ചില ആൾക്കാർ വരും 155 150 രൂപയ്ക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അവർ മെറ്റീരിയലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഈ 4 കൊട്ട പൊടി എന്നുള്ളത് അവർ 7 കൊട്ട പൊടി, 3 കൊട്ട മെറ്റൽ, 1 ചാക്ക് സിമെൻറ്റ് ഇട്ട് ചെയ്യുവാണെങ്കിൽ ആ 150 രൂപയ്ക്ക് നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നിടത്തെല്ലാം കല്ല് ഇളകിയേ കിടക്കത്തുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ആരാണോ നിങ്ങളുടെ അടുത്ത് വരുന്ന വർക്കർ, ആ വർക്കറോട് കൃത്യമായിട്ട് ചോദിച്ചിട്ടേ നമ്മൾ അവർക്ക് വർക്ക് നൽകാവുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സ്റ്റോണുകൾ, കൃഷ്ണഗിരി സ്റ്റോണും നല്ലതാണ്, മാഗടിയിൽ നിന്ന് വരുന്ന സ്റ്റോണും നല്ലതാണ്, കുപ്പം സ്റ്റോണും നല്ലതാണ്, എല്ലാ സ്റ്റോണും നല്ലതാണ്. സ്റ്റോണിന് വിലക്കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല ബാംഗ്ലൂർ സ്റ്റോണിന്. കളറിനകത്തും അതുപോലെ തന്നെ അതിൻ്റെ ഫിനിഷിങ്, അതായത് നമ്മൾ എല്ലാം ആഗ്രഹിക്കുന്ന എപ്പോഴും നല്ല വൈറ്റ് കളറ് സ്റ്റോണാണ്. പക്ഷേ ചില ആൾക്കാർക്ക് ഇഷ്ടം ഗ്രേ കളറും അല്ലെങ്കിൽ ബ്ലാക്ക് കളർ വരുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് കുപ്പം സ്റ്റോണോ അല്ലെങ്കിൽ കൃഷ്ണഗിരി സ്റ്റോണോ ഒക്കെ ഇടാം. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ എസ് വൈറ്റ് എന്ന് പറയുന്ന കല്ലിനെ പറ്റി മാത്രമാണ്. കാരണം കല്ലുകളിലെ രാജാവെന്ന് പറയുന്നത് എസ് വൈറ്റ് കല്ലാണ്. അതാണ് നമ്മളിന്ന് കേരളത്തിൽ ഒരു 80% വീടുകളിലും ആൾക്കാർ ഇട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റോണിൻ്റെ കളേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ എസ് വൈറ്റ് കല്ലിനെ പറ്റി സംബന്ധിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ തന്നെ റെഡ് കളറുള്ള ബാംഗ്ലൂർ സ്റ്റോണുണ്ട്, ബ്ലാക്ക് കളർ വരുന്നുണ്ട്, പിന്നെ ഗ്രേ, അങ്ങനെ പല ടൈപ്പ് കളർ വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഓരോ കല്ലിനെ പറ്റി നമ്മൾ ഓരോ വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ നിലവിലത്തെ റേറ്റ്, അതായത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ റേറ്റ് നമുക്ക് 105 രൂപയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സൈറ്റിൽ നിങ്ങൾക്ക് 12 വീല് പോലത്തെ വലിയ വണ്ടിയാണ് വരുന്നത്. അപ്പോൾ ആ വണ്ടി എവിടെയാണോ വരുന്നത് അവിടെ വരെ നമുക്ക് 105 രൂപയ്ക്ക് എത്തും. അവിടെ എത്തിയതിന് ശേഷം ചെറിയ പോക്കറ്റ് റോഡ് പോലത്തെ വഴിയാണെങ്കിൽ നമ്മൾ ചെറിയ വണ്ടി വിളിച്ച് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു എക്സ്പെൻസ് കൂടെ നമുക്ക് വരും. വലിയ വണ്ടി കയറുന്ന സ്ഥലമാണെങ്കിൽ എല്ലാവർക്കും 105 രൂപയ്ക്ക് കോട്ടയം ഡിസ്ട്രിക്റ്റ് മുതൽ അങ്ങോട്ട് തൃശ്ശൂർ, എറണാകുളം, അങ്ങനെ ആ ഭാഗത്തേക്ക് ആ റേഞ്ച് കിട്ടും. അതേസമയം കോട്ടയം കഴിഞ്ഞ്, കാരണം ഇത് വരുന്നതെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് നേരെ തമിഴ്നാട് പാലക്കാട് ബോർഡർ, അതായത് വാളയാർ വന്ന് വാളയാറിൽ നിന്ന് നേരെ തൃശ്ശൂർ, അങ്കമാലി അങ്ങനെ ചാടിയാണ് ലോഡ് വരുന്നത്.
അപ്പം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ 105 എന്നുള്ളത് നമുക്ക് 106 രൂപ ആ റേഞ്ചിലേക്കുള്ള റേറ്റ് എത്തും. അത് തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിയുമ്പോൾ 108 ആവും, കൊല്ലം ആകുമ്പോൾ 107 ആവും. അങ്ങനെ 1 രൂപയുടെ വ്യത്യാസം വരുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോറിയുടെ ഫ്രൈറ്റ് ചാർജ്, അതായത് ടണ്ണിന് 1900 എന്നുള്ളത് നമ്മൾ കോട്ടയം ഡിസ്ട്രിക്റ്റ് വരുമ്പോൾ പത്തനംതിട്ട 2000 കൊടുക്കേണ്ടി വരും, തിരുവനന്തപുരം 2100 വരും. അപ്പോൾ ആ ഒരു വേരിഫിക്കേഷനാണ് നമ്മുടെ റേറ്റിനകത്ത് വരുന്ന ചെറിയ മാറ്റം. നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇറക്കി വെച്ചേക്കുന്നതിൻ്റെ കൂലി, കയറ്റുന്നതിൻ്റെ കൂലിയും, അതായത് ഒരു 10 രൂപയുടെ വ്യത്യാസം വീണ്ടും വരും. 105 എന്നുള്ളത് 115 ആവും. പ്ലസ് നമ്മൾ GST, കാരണം അഡീഷണൽ ഒരു GST ബില്ലും കൂടെ നമ്മൾ എഴുതേണ്ടി വരും. ഡയറക്റ്റ് നമ്മൾ ലോഡ് നിങ്ങൾ നമ്മുടെ അടുത്ത് ബുക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് ബില്ലടക്കം നമുക്ക് 105 രൂപയ്ക്ക് നമുക്ക് സൈറ്റ് വരും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സ്റ്റോൺസിന് ആവശ്യമുണ്ടെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റോ 500 സ്ക്വയർ ഫീറ്റോ എത്ര നിങ്ങൾക്ക് ക്വാണ്ടിറ്റി സ്റ്റോൺ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടും. ഓക്കെ. അപ്പോൾ നമ്മുടെ 50 mm വരുന്ന കനമുള്ള ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത്, വൈറ്റ് കല്ലിൻ്റെ. പിന്നെ അതിൻ്റെ ഇതുണ്ട്, റെഡ് കളറുള്ള കല്ലുണ്ട്. ഇത് നമ്മൾ റെഡാണ്, നല്ല പ്യുവർ റെഡ്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നതിൻ്റെ റേറ്റ്, കല്ലിൻ്റെ കോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കല്ലിന് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ നമ്പർ കോൺടാക്റ്റ് ചെയ്യുക. കേരള സ്റ്റോൺസിൻ്റെ കൂടെ 10 വർഷത്തിന് മേളിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല പണിക്കാരാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പം ഞങ്ങൾ തന്നെ വർക്ക് ചെയ്തേക്കുന്ന സൈറ്റിലെ ക്ലയൻറ്റുമായിട്ട് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതാണ്. നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും നമുക്കൊരു സൈറ്റ് ഉണ്ടായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്.